ഈ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും പല തരത്തിലുള്ള പ്രപഞ്ചത്തിൽ നിന്നും പല അടയാളങ്ങളും നമ്മൾ കാണാറുണ്ട്, സയൻസസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതെന്തിനെ സൂചിപ്പിക്കുന്നെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നതെന്നോ നമുക്ക് മനസ്സിലാവുന്നുമില്ല. ഒരു പക്ഷേ മനസ്സിലായാലും നമ്മളത് നോട്ടീസ് ചെയ്യാറില്ല. അപ്പോൾ ഈ പ്രപഞ്ചം കാണിച്ചു തരുന്ന ഓരോ സിഗ്നൽസും ഓരോ സയൻസും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. പലപ്പോഴും പ്രപഞ്ചം നമുക്ക് ഏത് തരത്തിലാണ് നീ മുന്നോട്ട് പോകേണ്ടത്, എന്താണ് നീ ചെയ്യേണ്ടത്, എന്താണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു 5-6 കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. എന്താ പ്രപഞ്ചം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പ്രപഞ്ചം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷനും സ്പിരിച്വാലിറ്റിയും കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രപഞ്ചം നമ്മളുമായിട്ട് സംസാരിക്കുന്ന 4-5 കാര്യങ്ങളാണ്. കോമൺലി എല്ലാ ആൾക്കാരും കാണുന്നതും എന്നാൽ കണ്ടാൽ മൈൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്, ഏഞ്ചൽ നമ്പേഴ്സ്. പല സ്ഥലങ്ങളിലെ റിപ്പീറ്റായിട്ട് കാണുന്ന റിപ്പീറ്റേഴ്സ് നമ്പേഴ്സിനെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് 111, 222, അല്ലെങ്കിൽ 2222, 333, 444, ഇങ്ങനെ പല തരത്തിലുള്ള നമ്പേഴ്സ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരും. അത് നിരന്തരം നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ആവാം, സമയമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ ഫോൺ നമ്പർ ആകാം, ബാങ്കിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്പർ ആവാം. ഇങ്ങനെ പല തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് നമ്മൾ കാണാം. അപ്പോൾ ഈ നമ്പേഴ്സ് പലപ്പോഴും ഏഞ്ചൽസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 111 എന്തിനെ സൂചിപ്പിക്കുന്നു? പലപ്പോഴും പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ബിഗിനിങ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ആണ്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഒരു സൂചനയാണ് പുതിയൊരു തുടക്കം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. 222 കാണുന്നുണ്ടെങ്കിൽ എന്താ സൂചിപ്പിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്? സ്പിരിച്വൽ അലൈൻമെൻറ്റ്, റിലേഷൻഷിപ്പ്, സാമ്പത്തികമായിട്ടും നിങ്ങളുടെ കരിയറിലും ഉയർച്ച, ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 333 സൂചിപ്പിക്കുന്നതോ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിൽ വളർച്ച ഉണ്ടാകാൻ പോകുന്നു. ആ ഡിവൈൻ്റെ പ്രസൻസ്, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. അങ്ങനെ പല തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കനുസരിച്ചാണ്. അതുപോലെ മിക്ക ആൾക്കാരും കാണുന്ന ഒരു നമ്പറാണ് 888. 888 എന്നതിനെ സൂചിപ്പിക്കുന്നു നിലവിലിപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരാളായിരിക്കാം മേ ബി. അപ്പോൾ ഫ്രീക്വൻ്റ്ലി നിങ്ങൾ റീസെൻ്റായിട്ട് വീണ്ടും ഈ ഒരു 888 കാണുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാൻ പോകുന്നു, സാമ്പത്തികമായിട്ട് എവിടെന്നെങ്കിലും ഒരു സഹായം ലഭിക്കാൻ പോകുന്നു എന്നാണ് പ്രപഞ്ചം കാണിച്ചിരുന്നത്. ഇനി പ്രപഞ്ചം നമ്മളോട് കാണിച്ചിരുന്ന രണ്ടാമത്തെ അടയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാദർച്ഛികമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരിക, അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ടുള്ള കോയിൻസിഡൻസ് കാണിച്ചു തരും. പലപ്പോഴും ഇത് ടെലിപ്പത്തിക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടെലിപ്പത്തിക് എന്താണ്? ടെലിപ്പത്തിക് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ കാണണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മെസ്സേജ് നമ്മൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്തിനെ കണ്ടിട്ട് ഒരുപാട് നാളായി, അവനൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ വെറുതെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച അതേ ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ടാവും. ഇനി നമ്മൾ ഒരു വ്യക്തിയുടെ കോള് ഇങ്ങനെ ആഗ്രഹിച്ചു, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ആ സെക്കൻഡ് തന്നെ കോൾ വരുന്നുണ്ടാവും. അപ്പോൾ മീനിങ് ഫുള്ളായിട്ടുള്ള കോയിൻസിഡൻസ് നടക്കുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങുന്ന മുന്നേ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ സംഭവം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ ചിന്തിച്ച സംഭവം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോഴായിരിക്കും ആ ഫ്രണ്ട് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ വിചാരിച്ചേ ഉള്ളൂ, നിന്നെ ഫോൺ എടുക്കാനായിട്ട്, നിന്നെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അതാ നിൻ്റെ കോൾ വന്നു. സോ ഇതൊക്കെ പ്രപഞ്ചം നമ്മളോട് സൂചിപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
യു ആർ കണക്റ്റഡ്. ആ പ്രപഞ്ചവുമായി നിങ്ങൾ കറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്, അലൈൻഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾ വളരെ വേഗം കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും. ഈ സമയത്തൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ വളരെ ശക്തമായിട്ട് നിൽക്കും. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്താൽ മതി, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ശരിയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലേ, അല്ലെങ്കിൽ നിങ്ങളിത് അനുഭവസ്ഥനാണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എത്ര പേര് ഇതുമായിട്ട് കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സമയത്ത് നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്നൊക്കെ പറയുന്നില്ല, എന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കൃത്യമായിട്ടും അവിടെ ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ആ കോസ്മിക് എനർജിയുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തെ സൈൻ അല്ലെങ്കിൽ മൂന്നാമത്തെ സിഗ്നൽ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ റിയാലിറ്റിയും ഒരുപോലെ എന്ന് നിങ്ങൾക്ക് തോന്നും. അതായത് അത് ഓവർലാപ്പ് ആവും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതെവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ, അയ്യോ ഇത് ഞാൻ 2 ദിവസം മുമ്പ് സ്വപ്നത്തിൽ കണ്ടതല്ലേ, ഇതെൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ആവാൻ കാരണം എന്താ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും. അയ്യോ എന്താ ഇതിങ്ങനെ വരാൻ സംഭവിക്കാൻ കാരണം എന്താ, ഞാൻ സ്വപ്നം കണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. സോ അവിടെ എന്താണ് നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വപ്നങ്ങളും അതുപോലെ നമ്മുടെ റിയാലിറ്റിയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നത് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് ഉള്ള കാരണം നമ്മൾ അത്രയും അലൈൻഡാണ്. അലൈൻമെൻറ്റ് നിങ്ങൾക്കറിയാം, നമുക്ക് ഏതൊരു വസ്തുവും കൃത്യമായിട്ടും നമ്മളിലേക്ക് റീച്ച് ആവാനായിട്ട് ആ വസ്തുവിൻ്റെ ഫ്രീക്വൻസി ലെവലിലും അതുപോലെ അലൈൻമെൻറ്റ് ലെവലിലും നമ്മൾ കണക്റ്റ് ആയാൽ മാത്രമേ നമ്മളിലേക്ക് ആ വസ്തു വരത്തുള്ളൂ. അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ റിയാലിറ്റിയും അലൈൻഡ് ആവുന്നത്, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് ആ റിയാലിറ്റീനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ റിയാലിറ്റിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ബിക്കോസ് നമ്മുടെ റിയാലിറ്റി ആയിട്ടുള്ള ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് ക്ലെൻസിങ് നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ പാത വളരെ വ്യക്തമാകേണ്ടതുണ്ട്. ഈ ഒരു സ്വപ്നത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഒരു പാത്ത് വേ ആണ്. അപ്പോൾ അവിടെ നിന്നും റിയാലിറ്റിയിലേക്ക് വരണമെങ്കിൽ, അത് അഭിമുഖീകരിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ആക്ച്വലി നമ്മുടെ സ്വപ്നത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് ഡ്രീം മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സ്വപ്നത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റിയുമായിട്ട് കണക്റ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ അത്രയും അലൈൻഡ് ആണ് എന്ന്. നാലാമത്തെ പ്രപഞ്ചം നമ്മളോട് പറയുന്ന സിഗ്നൽ, കാണിച്ചു തരുന്ന സിഗ്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയിലുള്ള ജീവജാലകങ്ങൾ നമുക്ക് പല സിഗ്നൽസ് കാണിച്ചു തരും. അതൊരു ജീവിയാവാം, അല്ലെങ്കിൽ ഒരു പക്ഷിയാവാം, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മറ്റ് ചെടികളോ മരങ്ങളോ ആവാം. പലപ്പോഴും നമ്മൾ വളരെ കണക്റ്റായി സംസാരിക്കുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ആൾക്കാരും സംസാരിക്കുന്ന കാര്യമാണ് ചിത്രശലഭങ്ങളെ പറ്റി. ചിലപ്പോൾ നമ്മളൊരു ഗാർഡനിൽ ഇരുന്നാൽ പോലും അവിടെ ഒരു ചിത്രശലഭങ്ങളെ നമ്മൾ കാണില്ല, അല്ലെങ്കിൽ നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കും പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രശലഭം നമ്മുടെ മുന്നിൽ കാണുന്നത്. ആ ഒരു ചിത്രശലഭം സൂചിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ് സൂചിപ്പിക്കുന്നത്, ഒരു മാറ്റം. അത് ഡിപ്പെൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ജീവിത സാഹചര്യം എന്താണോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ചിത്രശലഭങ്ങൾ എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമാണ് ആക്ച്വലി. അതുപോലെ തന്നെ പലതരത്തിലുള്ള മൃഗങ്ങൾ, പലതരത്തിലുള്ള മരങ്ങൾ, പലതരത്തിലുള്ള പക്ഷികൾ, മൃഗങ്ങളെല്ലാം നമുക്ക് പലതരത്തിലുള്ള സിഗ്നൽസ് കാണിച്ചു തരും. ഈ പരിവർത്തനത്തിന് വിധേയമാകുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് പലതരത്തിലുള്ള ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ പേടിച്ച് പിന്മാറുക എന്നല്ല ചെയ്യേണ്ടത്, ഫേസ് ചെയ്യുക. ഫേസ് ചെയ്ത് അത് നമുക്ക് നേടിയെടുക്കണം. രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ വലിയ തോതിൽ പെയിൻ, വേദനകൾ അനുഭവിച്ചു തുടങ്ങും. കാര്യം നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും ഗ്രോത്ത് സോണിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള പെയിൻ നമ്മൾ അനുഭവിക്കും. അപ്പോൾ ഇതിനൊക്കെ സൂചിപ്പിക്കണം എന്തെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കാണിച്ചു തരുന്ന സിഗ്നൽസാണിത്. അപ്പോൾ ഇതിനെ കണ്ടില്ല എന്നടിക്കരുത്, സ്വീകരിക്കുക, ചലഞ്ച് ഏറ്റെടുക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ അതിന് മെൻ്റലിയും ഫിസിക്കലിയും പ്രിപ്പയർഡ് ആയിരിക്കണം. ഓഫ് കോഴ്സ് റെഡിയായിരിക്കുക.
ഇനി 5ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 5ാമത്തെ ഈ പ്രകൃതി കാണിച്ചിരുന്ന ഒരു സംഭവം, പലപ്പോഴും പല ഐഡിയാസ് അല്ലെങ്കിൽ പല തോട്ട്സ്, പല ചിന്തകൾ നമുക്ക് മുന്നിൽ കാണിക്കും. നമ്മളെ ചിന്തിക്കും. ആ ചിന്തയിൽ നമ്മൾ കുറച്ചു നേരം നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു സൊല്യൂഷന് തേടി നടക്കണ്ടാവും. നമ്മൾ ലൈഫിൽ എന്തോ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള നല്ലൊരു ചിന്ത, നല്ലൊരു കാര്യം നമ്മളറിയാതെ നമ്മളിലേക്ക് വരും. ആ സമയത്ത് ആ ചിന്തയെ തള്ളിക്കളയരുത്. ആ ചിന്ത എടുക്കുക, ആ ചിന്തയോടൊപ്പം കുറച്ചു നേരം ഇരിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഉറപ്പായി ഉണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് പറ്റുന്ന പ്രോബ്ലം ഈ സമയങ്ങളിലെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ കിട്ടിയ ആ ചിന്തയെക്കുറിച്ച് ഓർക്കാതെ, ആ ചിന്തയെ നമ്മൾ നിരീക്ഷിക്കാതെ നമ്മൾ തള്ളിക്കളയും. സോ അത് ചെയ്യരുത്. അതും പ്രകൃതി കാണിച്ചിരുന്ന, പ്രപഞ്ചം, യൂണിവേഴ്സ് കാണിച്ചിരുന്ന ഒരു സൈനാണ്, ഒരു സിഗ്നലാണ്. നമ്മുടെ ലൈഫ് ഒരു പക്ഷേ അതോടുകൂടി ചേഞ്ച് ആവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോയിന്റുകൾ, ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രകൃതി നിങ്ങളുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബിക്കോസ് എത്ര പേർക്കാണ് ഏതൊക്കെ തരത്തിൽ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആണ് എന്ന് അറിയാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ചോദിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഗ്രീൻ ട്രൂത്ത് എന്ന ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും നേരുന്നു. താങ്ക് യു.